ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവവചന പഠനത്തിനായി ചേർന്ന് വരുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായ നമ്മുടെ ക്ലാസ്സുകൾ തുടർമാനമായിട്ട് നമ്മൾ പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമ്മളതിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് എന്തൊക്കെ ശുശ്രൂഷകളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഏതൊക്കെയായിരുന്നു? ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. 4, പരിശുദ്ധാത്മാവ് നമ്മെ സ്നാനപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനപ്പെടുത്തുന്നു. 5, പരിശുദ്ധാത്മ നിറവ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മ നിറവ് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മുടെ പല തെറ്റിദ്ധാരണകളും അവിടെ മാറിക്കിട്ടി, അല്ലേ? പല വേദഭാഗങ്ങളെയും നമ്മൾ ശരിയായി മനസ്സിലാക്കാതെ പോകുന്നതിന്റെ അപകടം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മ നിറവ് എന്ന വിഷയത്തെ കുറിച്ചാണ്. എന്താണ് ഈ പരിശുദ്ധാത്മ നിറവെന്നും പരിശുദ്ധാത്മ നിറവ് ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായും ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ മുമ്പിലുള്ളത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവിൽ ഉള്ള നിറവ്, ആത്മാവ് നിറഞ്ഞവരായി എന്നാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചു കണ്ടത്. അപ്പോൾ ഈ ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പലപ്പോഴും ഈ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കണ്ടാൽ പിന്നെ ഒരു ഭ്രാന്തരെ പോലെ തോന്നുമെന്നൊരു തെറ്റിദ്ധാരണ ചില ആളുകളുടെ ഉള്ളിലുണ്ട്. ചില ആളുകളൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനുള്ള നിറവെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ് വിൽ നോട്ട് പൊസസ് us. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ ബാധിക്കുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുകയാണ് ചെയ്യുന്നത്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബാധിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു കൺട്രോളും ഇല്ലാതാവുകയാണ്, അല്ലേ? പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനല്ല. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഈ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ അവൻ എവിടെയാ പാർക്കുന്നത്? കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ. മർക്കോസ് 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. ഗദരദേശത്തുള്ള ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനാണ്. ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ കല്ലറകളിൽ പാർക്കുന്നു. അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ചങ്ങലയൊക്കെ പൊട്ടിക്കും, ഇടിച്ച് ഒരച്ച് അത് പൊട്ടിച്ചു കളയും. അവിടെ പറയുന്നത് അവരാർക്കും അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും, 5-ാമത്തെ വാക്യം, കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അപ്പോ അവൻ സ്വയം ചെയ്യുന്നത് എന്താ?
ഇത് കഴിഞ്ഞിട്ട് യേശു അവനെ സൗഖ്യമാക്കുമ്പോ അവൻ ഇതുപോലാണോ? അവൻ സുബോധം വന്നിട്ട് ഈ അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. ഒരു ദുരാത്മാവ് ഒരു വ്യക്തിയെ ബാധിക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് സുബോധമില്ല. അവൻ ചെയ്യുന്ന കാര്യം, അവൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ബാധിക്കുന്നതിന്റെ ഒരു പ്രത്യേകത. ഈ യേശു മറുരൂപ വലയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം. ചന്ദ്രരോഗം ബാധിച്ച ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? 42-ാമത്തെ വാക്യം. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ടു, പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. ഈ തള്ളിയിട്ടതും പിടപ്പിച്ചതും ഒക്കെ എപ്പോഴാ? സൗഖ്യമാക്കുന്നതിന് മുമ്പാണോ സൗഖ്യമായതിനു ശേഷമാണ്? എപ്പോഴാണോ അവൻ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടത് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. അവൻ അലറി വിളിച്ചു കാണും, അവൻ പെടഞ്ഞു താഴെ വീഴുന്നുണ്ടാകും, താഴെ കിടന്ന് ചിലപ്പോൾ ഇഴയുന്നുണ്ടാകും. ഇതൊക്കെ ചെയ്യും. കാരണം അത് അവൻ സുബോധത്തോടെ ചെയ്യുന്നതാണോ? അല്ല, അവനെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു ബാധയല്ല. പരിശുദ്ധാത്മാവ് നമ്മെ ബാധിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുകയാണ്. ഞാനത് വിശദീകരിക്കാം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്, അല്ലെ? നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന അങ്ങനെയാണ്. നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറയുമ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന എന്നാണെന്നറിയാമോ? സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിയുമ്പോൾ അവൻ സ്വയം എന്ത് ചെയ്യാണ്? കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് മാറുന്നത്, കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടല്ല. എന്നാൽ ഇന്ന് പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൺട്രോൾ നഷ്ടപ്പെട്ട്, പരിശുദ്ധാത്മാവ് വന്ന് എന്ന രീതിയിൽ, പരിശുദ്ധാത്മാവ് വന്ന ഒരിക്കലും അങ്ങനെ ചെയ്യുകയല്ല, പരിശുദ്ധാത്മാവ് ആണെന്ന രീതിയിൽ സെൽഫ് കൺട്രോള് നഷ്ടപ്പെടുകയാണ്. ഞാനത് തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അല്ലേ? 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്താ ഈ അന്യഭാഷ കൊടുക്കാൻ കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ അന്യഭാഷ ഒരു അടയാളമായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചിന്തിച്ചതാണ്, ഞാൻ അതുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പക്ഷേ എന്താണ് ഈ നാവ് കൊണ്ടുള്ള സംസാരത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത്? എന്താണ്? യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ. നാവിനെ ആർക്കും മെരുക്കാൻ കഴിയില്ല, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മെരുക്കാൻ ഏറ്റവും പ്രയാസമുള്ള അവയവം ഏതാ? നാവ. പക്ഷെ പരിശുദ്ധാത്മാവ് അവനിൽ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എന്താ സംഭവിച്ചത്? ആ നാവിനെ നിയന്ത്രിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതിന്റെ അർത്ഥം എന്നാ? ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തി പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് കേൾക്കുന്നു, എന്നിട്ട് അത് മാത്രം പറയാനുള്ള ഒരു ശക്തി അവന് ലഭിക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മ നിറവിൽ സംഭവിച്ചത്. അപ്പോൾ അവന് സെൽഫ് കൺട്രോൾ ഉണ്ടാവുകയാണോ ഇല്ലാതാവുകയാണോ ചെയ്തത്? സെൽഫ് കൺട്രോൾ ഉണ്ടാവുക ചെയ്തത്. അവന്റെ നാവിനെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്തു? കൺട്രോൾഡ് ആയിട്ട് മാറി. പരിശുദ്ധാത്മാവ് നമ്മെ ബാധിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചേ. 1 യോഹന്നാൻ വായിക്കാം, അത് നമ്മൾ പിന്നീട് വായിക്കാം.
അതിന് രണ്ടു വട്ടമെങ്കിലും ആ വാക്യം വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ. കണ്ടോ, അവിടെ 2 പ്രാവശ്യം ആത്മാവെന്നുള്ള വാക്ക് പറയുന്നുണ്ട്. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് കൊണ്ട് 2 ദുരാത്മാക്കളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാം കേറി ചാടി വിശ്വസിക്കരുത്. കാണുമ്പോൾ ചിലപ്പോൾ എന്ത് തോന്നും, ദൈവത്തിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന, അങ്ങനെ പറയുന്ന ശരി, നമ്മൾ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുകയല്ലോ അല്ലെ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കാണാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ ബെരോബയിലെ വിശ്വാസികൾ അങ്ങനെ തന്നെയാണോ എന്ന് വചനം വെച്ചിട്ട് എന്ത് ചെയ്തു, അവര് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള നിറവ് സുബോധം ഇല്ലാതാക്കുന്നതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അങ്ങനല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ വളരെ സുബോധമുള്ളവരായിരിക്കും എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, ഈ പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മ സ്നാനവും തമ്മിൽ പലർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. രണ്ടും ഒന്നല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് ഇന്ന് എടുത്ത് ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മ നിറവ് പരിശുദ്ധാത്മ സ്നാനമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചിന്തിച്ചു. ഈ പരിശുദ്ധാത്മ സ്നാനം എപ്പോഴാ ലഭിക്കുന്നത്? ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മ നിറവോ, പരിശുദ്ധാത്മാവിലുള്ള നിറവ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ആവർത്തിച്ചുണ്ടാകുന്ന ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മ നിറവ് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ഇൻസിഡന്റ്. പരിശുദ്ധാത്മ നിറവ് ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമല്ല. പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലേ ഉള്ളല്ലേ. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു കഴിഞ്ഞു? പരിശുദ്ധാത്മ സ്നാനം നടന്നു കഴിഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മ നിറവോ അതൊരിക്കലല്ല, ഒന്നിലേറെ പ്രാവശ്യം അല്ലെങ്കിൽ ആവർത്തിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മ നിറവ്. അല്ലെങ്കിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മ നിറവ് എന്നുള്ളത്. ഞാൻ ചില തെളിവുകൾ സൂചിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാമത്തെ അധ്യായം. നമുക്കറിയാം, 2-ാം അധ്യായത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് അല്ലെ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇതേ പത്രോസ് 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും കാണിക്കുന്നത് എന്താണ്? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവരോട് പറഞ്ഞത്. കണ്ടോ, പരിശുദ്ധാത്മാവ് നിറയുകയാണ് പത്രോസ്. പിന്നെയും ഇതെപ്പോഴാ? ഒരു സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ മുടന്തനായ ഒരു മനുഷ്യനിരുന്നു. പത്രോസ് യോഹന്നാനും അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായി. അവരോട് സംസാരിക്കാൻ വേണ്ടി ദൈവം പത്രോസിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അപ്പോ പത്രോസ് ഒരു പ്രാവശ്യമാണോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്? അല്ല. ഇനി നോക്കിയാട്ടെ, സ്തേഫാനോസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അവിടെ പറയുന്നതെന്നാന്ന് നോക്കിയേ, 6-ന്റെ 5-ാം വാക്യം. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസിന്റെ കാര്യം മാത്രമല്ല, ഒരു ലിസ്റ്റാണ് അല്ലെ. ഒരു 7 പേരെ ലിസ്റ്റാ പറയുന്നത്. അതിൽ ആദ്യം സ്തേഫാനോസിന്റെ പേരാ പറയുന്നത്. അപ്പൊ സ്തേഫാനോസ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിരുന്നു. എന്നാൽ ഇതേ സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് 7-ാമത്തെ അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യത്തിൽ അവരെല്ലാവരും പല്ല് കടിച്ച് അവനെ കല്ലെറിയുമ്പോ അവിടെ പറയുകയാണ്, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. കണ്ടോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തന്റെ ജീവിതത്തിൽ ഒരു വലിയ ക്രൈസിസ് ആണല്ലേ, ഒരു കല്ലേറേൽക്കുകയാണ്. ആ സമയത്ത് നമുക്കറിയാം സ്തേഫാനോസ് പ്രാർത്ഥിച്ച് എന്താ? ഇവരോട് ക്ഷമിക്കണമെന്നാ. അങ്ങനെ പ്രാർത്ഥിക്കത്തക്കവണ്ണം അവനെ ശക്തീകരിച്ചത് ആരാ? അതാണ് പരിശുദ്ധ.
ഇല്ല, നമ്മളാണെങ്കിൽ ഒരു കല്ലും വരുമ്പോ എന്തായിരിക്കും വായിന്ന് വരാൻ പോകും? പക്ഷെ സ്തേഫാനോസിന്റെ വായിന്ന് വന്നത് എന്താ? യേശു പ്രാർത്ഥിച്ച പോലൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവ് അവനിൽ വന്നപ്പോ അത് അവന്റെ ഹൃദയത്തിൽ നിന്നാ കേട്ടോ. അത് ചുമ്മാ ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ ദൈവം ചലിപ്പിക്കുകയല്ല. പിന്നെന്താണ്? പരിശുദ്ധാത്മാവിന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമല്ല, അനേക പ്രാവശ്യം ഒരു വിശ്വാസിയിൽ ആവർത്തിച്ച് സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പൗലോസാണ്. പൗലോസ് രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടുന്ന സമയത്ത് അനന്യാസ് വന്നേച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 9:17 അനന്യാസ് വന്ന് പൗലോസിനോട് പറയുകയാണ്, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. നമുക്കറിയാം, അവിടെ അനന്യാസ് പൗലോസിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ വീഴുന്നുണ്ട്. അവനവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാവുകയാണ്. എന്നാൽ ഇതേ പൗലോസ് 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പരിശുദ്ധാത്മപൂർണനായി എന്ന് വായിക്കുക. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് ആവർത്തിച്ച് സംഭവിക്കുമോ? നിശ്ചയമായും സംഭവിക്കും. അത് ഒരിക്കലും സംഭവിക്കേണ്ട കാര്യമല്ല, ആവർത്തിച്ച്. അതുകൊണ്ടാണ് നമ്മള് സഭകളുടെ ഒക്കെ ഈ ലിറ്റർജിയുള്ള സഭകളുടെ എല്ലാം ലിറ്റർജിയില് ആരാധനക്രമമുള്ള എല്ലാ സഭകളിലും പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ള അപേക്ഷകളുണ്ട്. എല്ലാ സഭകളിലും ഉണ്ട്. എന്താ കാരണമെന്ന് അറിയാമോ? അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ് പരിശുദ്ധാത്മ നിറവ്. ഒരു വിശ്വാസി ആവർത്തിച്ച് അനുഭവിക്കേണ്ട, പ്രാപിക്കേണ്ട അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. പക്ഷെ ഇന്നത്തെ ഒരു ദുഃഖം എന്നാണെന്നറിയാമോ? ഇത് ലിറ്റർജിയിലുണ്ട്, പഠിപ്പിക്കുന്നില്ല. ഇതൊരാവശ്യമാണെന്ന് പ്രസംഗിക്കുന്നില്ല. ഇതാണ് പരാജയം. ഈ ഒരു പരാജയത്തെയാണ് മറികടക്കേണ്ടത്. മനസ്സിലായോ? ഇതിന് പകരം ഒരു പുതിയ ഉപദേശം കൊണ്ടുവന്നാൽ ശരിയാവോ? ഒരിക്കലും പാടില്ല, അല്ലേ? നമുക്ക് വേദപുസ്തകം വിട്ടേച്ചൊരു പ്രമാണം കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ ഈ വിഷയത്തെ നമ്മൾ, അത് ഏത് വിഷയം അങ്ങനെയാണ് കേട്ടോ. ഏത് വിഷയത്തിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ വളരാൻ പോകുന്നത്, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിശുദ്ധിയെ കുറിച്ചുള്ള പഠിപ്പിക്കലുകളും പ്രസംഗങ്ങളും ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റി? വിശ്വാസികൾ പോലും പാപത്തെ സാധാരണമായിട്ട് കാണുക. വിശുദ്ധിക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സഭകൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ വേദപുസ്തക വിഷയങ്ങളെ കുറിച്ചും സമീകൃതമായി ഒരുപോലെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പഠിപ്പിക്കണം, രണ്ടാം വരവിനെ കുറിച്ച് പഠിപ്പിക്കണം, പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പഠിപ്പിക്കണം, വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കണം, രക്ഷയെ കുറിച്ച് പഠിപ്പിക്കണം. എല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? ഭയങ്കര വയറ് ശോഷിച്ച കാലുവാണെങ്കിൽ കാണാൻ എങ്ങനെ ഇരിക്കും? ഇല്ലേ? ചിലർക്ക് കൈക്ക് ഭയങ്കര മസിലായിരിക്കും, പക്ഷെ കൊട വയറുണ്ടെങ്കിലോ ഒരഭംഗിയാണ്, അല്ലേ? തലയ്ക്കും അമിത വലിപ്പവും ശരീരം ചെറുതുമാണെങ്കിലോ ഇതൊക്കെ വൈകല്യങ്ങളാണ്. എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം? സമീകൃതമായ ഒരു വളർച്ചയാണ് നമുക്ക് ആവശ്യം. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ഇത് ലിറ്റർജിയിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് ചെയ്യണം? ഇത് പഠിപ്പിക്കലുകളുടെ ഭാഗമാകണം. പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോ ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇനി എന്താണ് ഈ പരിശുദ്ധാത്മ നിറവ്? അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ പരിശുദ്ധാത്മ നിറവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? നമ്മള് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചുള്ള 2 തെറ്റിദ്ധാരണകൾ മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇനി പരിശുദ്ധാത്മ നിറവ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഈ ബൈബിളിൽ നിറവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയന്ത്രിക്കപ്പെടുക എന്നാണ്. എന്തിനാലാണോ നിറയപ്പെടുന്നത് അതിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടും. 2 ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം.
ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ വാക്ക് കേട്ട ചിലരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു ലൂക്കോസ് 4:28, 29 വാക്യങ്ങൾ. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. എന്താണ് നിറഞ്ഞത്? കോപം നിറഞ്ഞു എഴുന്നേറ്റു. എന്നിട്ട് അവരെന്താ ചെയ്തേ? അവരെ പട്ടണത്തിന് പുറത്താക്കി പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവരാ പ്രവൃത്തി ചെയ്യാൻ തക്കവണ്ണം അവരെ നിയന്ത്രിച്ചത് എന്താ? അവരുടെ ഉള്ളിൽ നിറഞ്ഞ കോപമാണ്. അല്ലേ? നമ്മൾ ചില സമയത്ത് നമുക്കിത് വരാറില്ലേ? കോപത്താൽ നിറയപ്പെട്ട് കോപത്താൽ നിയന്ത്രിക്കപ്പെട്ട് നമ്മൾ ചില സമയത്ത് എന്തൊക്കെയാ പറയുന്നേ, ചില സമയത്ത് എന്തൊക്കെയാ നമ്മൾ കാണിച്ചു കൂട്ടുന്നേ. ആ ദേഷ്യം അങ്ങ് മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് സുബോധം വരുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ ഞാൻ എന്തൊക്കെയായി ചെയ്തത്? കാരണം എന്നാ? വി ആർ കൺട്രോൾഡ് ബൈ ദിസ് ആംഗർ. കോപത്താൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ടു. അപ്പോ കോപത്താൽ നിയന്ത്രിക്കപ്പെട്ടപ്പോൾ, കോപത്താൽ നിറയപ്പെട്ടപ്പോൾ അവർ യേശുവിനെ തള്ളിയിടാൻ ഭാവിക്കുകയാണ്. ഇനി അസൂയ കൊണ്ട് നിറഞ്ഞൊരു ഭാഗത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നോക്കിയേ, അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായത്തിലാണ് അസൂയ കൊണ്ട് നിറഞ്ഞു എന്ന് വായിക്കുന്നു. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി. പൗലോസ് പ്രസംഗിക്കുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുക. എടാ, നമ്മൾ പ്രസംഗിച്ചിട്ട് ഇത്ര ആളില്ലല്ലോ. പൗലോസ് പ്രസംഗിക്കുമ്പോ ഭയങ്കര ആള്. അവര് എന്താ ചെയ്തേ? അപ്പോസ്തല പ്രവർത്തികൾ 13:45. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അവരെതിര് പറയാൻ കാരണം എന്നാ? അസൂയ കൊണ്ട് അവര് നിറയപ്പെട്ടു, അഥവാ അസൂയ കൊണ്ട് അവര് നിയന്ത്രിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ് അർത്ഥം. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കൽ. ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് മീൻസ് ടു ബി കോൺസ്റ്റന്റ്ലി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ അവർ മൈൻഡ്, ഇമോഷൻസ് ആൻഡ് വിൽ. നമ്മുടെ ഇച്ഛാശക്തിയെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ മനസ്സിനെ ഒക്കെ എന്ത് ചെയ്യുകയാണ്? പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയാണ്. അപ്പൊ ഒരു ചോദ്യം, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ആവശ്യമുണ്ടോ? അതോ ദേഷ്യത്താൽ നിറയപ്പെടണോ? അതോ അസൂയയാൽ നിറയപ്പെടണോ? അതോ മോഹം കൊണ്ട് നിറയണോ? നമ്മൾ എന്തിനാൽ നിറയപ്പെടുന്നോ അതിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടും. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിച്ചേ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മുറി കൊടുക്കും. ഞാൻ ഇവിടെ വന്ന് ഒരിക്കൽ താമസിച്ചിട്ടുണ്ട്, ഒരിക്കലോ രണ്ടോ വട്ടം. ഞാൻ ആ മുറിയിലാ കിടന്നു. അപ്പൊ ആ മുറി കിടന്നു. ഞാൻ എൻ്റെ ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ചു. ഞാൻ കയറി കുളിച്ചു. ആ മുറിയിൽ പരമാവധി സമയം ആ മുറിയിലിരിക്കും. ജോൺസൺ ഇടയ്ക്ക് വന്നേച്ച് വിളിക്കും, സാറേ ഭക്ഷണം കഴിക്കാൻ വാ. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ ഇവിടെ വരും, ഡൈനിങ് റൂമിൽ വരും, ഭക്ഷണം കഴിക്കും. എന്നിട്ട് അടുക്കളയിൽ പോവില്ല. കാരണം എന്താണ്? ഞാൻ ഒരു ഗസ്റ്റിനെ പോലെ വന്ന് നിൽക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ച് നേരെ ആ മുറിയിലേക്ക് പോകും. ഏറ്റവും കൂടിയ ഇവിടെ വന്ന് ഈ ഹോളിൽ വന്ന് ഇച്ചിരി നേരം ഇരിക്കുമായിരിക്കും. ഇതാ ഗസ്റ്റ്. പക്ഷേ ജോൺസൺ അങ്ങനെ ആയിരിക്കുമോ? ജോൺസൺ എല്ലാ മുറിയിലും കയറി ഇറങ്ങും, ഏത് മുറിയിലും കയറി ഇറങ്ങും, അടുക്കളയിൽ പോകും, എല്ലാ റൂമിലും പോകും. ഇതാ വ്യത്യാസം. എന്താ വ്യത്യാസം? നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ അതിഥിയായിട്ടിരുന്നാലത്തെ കുഴപ്പം, ജസ്റ്റ് മീറ്റിങ്ങിന് വന്നൊരു പാട്ടൊക്കെ പാടുമ്പോ ഒരു നിറവ്, ഒരു സന്തോഷം അല്ലേ? ഒരു ബൈബിള് പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ഹല്ലേലൂയ, അത്രയൊക്കെ ഉള്ളൂ ഗസ്റ്റ് ആണെങ്കിൽ. പക്ഷെ പരിശുദ്ധാത്മാവ് തമ്മിൽ നിറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? പിന്നെ എന്റെ ജീവിതത്തിൽ ഗസ്റ്റ് അല്ല. ഞാൻ പല്ല് തേക്കുമ്പോഴും, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും, ഞാൻ ജോലി ചെയ്യുമ്പോഴും, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്, നിയന്ത്രിക്കപ്പെടുകയാണ്. ഫുട്ബോൾ കളിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുകയാണ്. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കുമ്പോ മാത്രമല്ല പരിശുദ്ധാത്മാവ്,
ഫുട്ബോൾ കളിക്കുമ്പോഴും നിയന്ത്രിക്കപ്പെടും, ജോലി ചെയ്യുമ്പോഴും നിയന്ത്രിക്കപ്പെടും, പറമ്പിൽ പണിയെടുക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മ നിറവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും? ഈ ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം നമ്മളെ നിറയ്ക്കും. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോ സ്തേഫാനോസ് പ്രത്യേകം പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ നിറയ്ക്കണമേ. അതൊന്നും സ്തേഫാനോസ് പ്രാർത്ഥിച്ചില്ല. സ്തേഫാനോസിനെ കല്ലെടുത്ത് എറിയുമ്പോ ദൈവത്തിന് അറിയാം ഇവന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമുണ്ട്. ദൈവം തന്നെ എന്ത് ചെയ്തു? അവനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു കൊടുക്കുന്നുണ്ട്, അല്ലേ? ഇത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കാതെ തന്നെ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദൈവത്തിനറിയാം ഇപ്പോഴവന് ഈ നിറവില്ലാതെ പറ്റില്ല. കാരണം അവനല്ലേ നമ്മുടെ ഉടയവൻ, അവന് നമ്മളെ അറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന് കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം വചനത്താൽ നിറയപ്പെടുക എന്നുള്ളതാണ്. അത് ഞാനൊന്ന് വിശദീകരിക്കെങ്കിലേ മനസ്സിലാവൂ. നമ്മള് കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 15ഉം 16ഉം വാക്യങ്ങളിൽ അവിടെ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ആദ്യം അങ്ങ് പറയാം. അവിടെ വചനത്താൽ നിറയപ്പെടുക എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 3-ാം അധ്യായം 15ഉം 16ഉം വാക്യം. കൊലോസ്യർ 3:15ഉം 16ഉം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വചനം നിങ്ങളിൽ എന്ത് ചെയ്യട്ടെ? വസിക്കട്ടെ. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡ്വെൽ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ ഡ്വെല് ചെയ്യണോ? ഗസ്റ്റ് ഡ്വെല് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? വസിക്കും. ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വസിക്കുകയല്ല ചെയ്യുന്നത്. വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മള് ആ വീട്ടിൽ സ്ഥിരതാമസക്കാരാണ് വസിക്കുന്നത്. ഗസ്റ്റ് താമസിക്കുക, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ തന്നെ അതിനർത്ഥ വ്യത്യാസമുണ്ട്. ഗസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തി നിറയുന്നില്ല വീട്ടിൽ, ഉണ്ടോ? മിനിമം അല്ലേ? മിനിമം. അതുകൊണ്ടാണ് ഈ ഗസ്റ്റ് വരുമ്പോ ഭക്ഷണം കൊടുക്കാൻ നമ്മളൊരു പ്രത്യേക മേശക്കിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഇരുന്നായിരിക്കും ഭക്ഷണം കഴിക്കും. പക്ഷെ ഗസ്റ്റ് വരുമ്പോ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? ഇല്ല. ഗസ്റ്റ് വരുമ്പോ ഗസ്റ്റ് റൂമില് അല്ലെങ്കിൽ ഡൈനിങ് റൂമില് അത് പ്രത്യേകം. എന്റെ വൈഫിന്റെ വീട്ടിൽ ഈ അടുക്കളപ്പുറത്താണ് ഞങ്ങൾ സ്ഥിരം ഭക്ഷണം കഴിക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാ വീട്ടിലും അങ്ങനെ അല്ലേ? അടുക്കളയിൽ ഇരുന്നായിരിക്കും ഈ ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ ഗസ്റ്റ് വരുമ്പോ അടുക്കളയിൽ കൊണ്ടുവരുത്തി കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ഇപ്പുറത്ത് കുറച്ചുകൂടി ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു മേശയൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ ഗസ്റ്റ് വരുമ്പോ ഈ അടുക്കളയിലേക്ക് വരല് വളരെ കുറവ്. പിന്നെ നമ്മളോട് വളരെ അടുത്ത ബന്ധമുള്ള സഹോദരങ്ങളൊക്കെ വരുമ്പോ അവർക്ക് അങ്ങനെ അതിർത്തിയൊന്നുമില്ല. അവരെന്ത് ചെയ്യും? എല്ലാ സ്ഥലത്തും. ഇതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോ ചെയ്യുന്നത്. അപ്പൊ ഈ വചനം നിങ്ങളിൽ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് പറയുമ്പോ വചനം നിങ്ങളിൽ എന്ത് ചെയ്യട്ടെ? നിറഞ്ഞിരിക്കട്ടെ എന്നാ പറഞ്ഞത്. ഇനി ഞാൻ ഒരു വാക്യം കൂടെ ചൂണ്ടിക്കാണിക്കും. അപ്പോഴാണ് നമുക്ക് ഇത് പരിശുദ്ധാത്മ നിറവായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യം ശ്രദ്ധിച്ച്. വീഞ്ഞു കുടിച്ച് മത്തരായത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവര്. ഈ ആത്മാവിന്റെ നിറവും വീഞ്ഞു കുടിക്കുന്നതുമായി ബന്ധപ്പെടുത്തി എന്തിനാ പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലും കുറെ പേര് പറയുന്നുണ്ട് ഇവര് വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുക എന്ന് പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതും വീഞ്ഞു കുടിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? അവിടെ അതോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവും. അവിടെ ആ ദുർനടപ്പ് എന്നുള്ള വാക്ക് പരിഭാഷപ്പെടുത്തിയത് ഒരു
ശരിയായിട്ടല്ല. ദുർനടപ്പെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം, ഈ മദ്യപിച്ച് പൂസായ ഒരാൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ആ മദ്യത്താൽ നിയന്ത്രിക്കപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഇതിലല്ല, പിന്നെന്ത് ചെയ്യാണ്? അവൻ കൺട്രോൾ എവിടെ? ആ ലഹരിയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? എന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവരാകണം. ഇതാണ് അവിടെ ആ ഉദാഹരണം പറയാൻ കാരണം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കും. ഇനിയാണ് ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായിട്ട് എന്ത് സംഭവിക്കും? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളു. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യും? സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കും. 2, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടും, കീർത്തനം ചെയ്യും. 3, എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യും. തൊട്ടു മുമ്പ് നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനത്തിൽ ഈ വചനത്താൽ നിറയപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. നന്ദിയുള്ളവരായും ഇരിപ്പിൻ, 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. നന്ദിയുള്ളവരായിരിപ്പിൻ, അത് അപ്പുറത്തുണ്ടല്ലോ, ഉണ്ട്. സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുക. ഇത് എവിടെയുണ്ട്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴും വചനത്താൽ നിറയപ്പെടുമ്പോഴും നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരേ കാര്യമാണ്. അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വചനം വസിക്കണം. വചനം ഗസ്റ്റായാ പോരാ, അല്ലേ? ബൈബിൾ ക്ലാസ്സിൽ വരുമ്പോ ഇച്ചിരി 2 ആഴ്ച കൂടുമ്പോ ഇച്ചിരി കേൾക്കും, അതല്ല. അനുദിനം വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം. രാപ്പകൽ ധ്യാനിക്കണം, രാപ്പകൽ വചനത്തിൽ സന്തോഷിക്കണം. അങ്ങനെ വരുമ്പോൾ വചനം നമ്മളിൽ വസിക്കും. വചനം നമ്മിൽ വസിക്കുമ്പോൾ വചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കാനായിട്ടിടയായി. അപ്പൊ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി എന്തോ ചെയ്യണം? വചനത്തിൽ നിറയപ്പെടും, വചനത്താൽ നിറയപ്പെടും. അത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറിയിലാണ് കേട്ടോ. ഈ പ്രസംഗം കേൾക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ വചനം വസിക്കുന്ന അനുഭവമാണ്. അത് മനപ്പാടമാക്കുന്നത് മാത്രമല്ല, മനപ്പാടമാക്കണം. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇത് ധ്യാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലാണ് വചനം നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് തോന്നും. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഇനി 3, പ്രാർത്ഥനാ ജീവിതം. ചിലർ പറയാറുണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. തീർച്ചയായും പ്രാർത്ഥിക്കണം കേട്ടോ. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതല്ല. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, സജീവമായിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് ആവശ്യം. പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് എപ്പോഴും കോണ്ടാക്റ്റിൽ ഇരുന്ന് നോക്കി. ഉയരമുള്ള ടാങ്കിൽ നിന്ന് താഴെയുള്ള ടാങ്കിലേക്ക് എപ്പോഴും ഞങ്ങൾ വെള്ളം എടുക്കുന്നത് 2 ടാങ്ക് തമ്മിൽ കണക്റ്റഡാണ്. ഒരു ടാങ്കിലേക്കാണ് നിറയുന്നത്, പക്ഷെ ആ ടാങ്കും മറ്റേ ടാങ്കും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്ക് നിറയുന്ന അതേ അളവിൽ തന്നെ ഇപ്പുറത്തെ ടാങ്കും നിറയും. ഇങ്ങനെ ആ ടാങ്ക് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ അത്രയും കൂടുതൽ വെള്ളം നമുക്ക് ശേഖരിച്ചു വെക്കാം. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് എന്താ കാരണം എന്ന് പറയാം? ഇത് തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷനാണ്. മറ്റേ ടാങ്ക് എന്തുമാത്രം നിറഞ്ഞിരിക്കും അത്രയും തന്നെ ഈ ടാങ്കും നിറഞ്ഞിരിക്കും. കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ സജീവമായിട്ട് ഇങ്ങനെ നിന്നാൽ ആ ആത്മാവിന്റെ നിറവിൽ നമ്മൾ എപ്പോഴും, അത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുന്നത്, അല്ലേ? ആണോ അല്ലയോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് പരിശുദ്ധാത്മ നിറവിന്റെ താക്കോൽ. അത് ചടങ്ങിനുള്ള പ്രാർത്ഥനയല്ല കേട്ടോ. പലരുടെയും പ്രാർത്ഥനയുടെ കുഴപ്പം എന്നാണെന്നറിയാവോ? ആദരം കൊണ്ടുള്ള പ്രാർത്ഥനയിൽ മാത്രം തൃപ്തരാണ്. അതുകൊണ്ട് കാര്യമില്ല.
പരിശുദ്ധാത്മ നിറവ് നമുക്ക് പ്രാപിക്കണോ? സജീവമായിരിക്കുന്ന ഒരു ബന്ധം. സിനിമ കാണുമ്പോൾ ദൈവത്തോട് ബന്ധമില്ല, പിന്നെ എങ്ങനെ? അപ്പൊ അത്രയും സമയം എന്ത് ചെയ്ത് കഴിഞ്ഞു? ചോർന്നിയോർന്ന് പോയി കഴിഞ്ഞു. പരിശുദ്ധാത്മ നിറവ് നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ പരിശുദ്ധാത്മ നിറവ് നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. സജീവമായ ബന്ധം, പ്രാർത്ഥനാ ജീവിതം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 4:31, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവോദനം ധൈര്യത്തോടെ. അവര് ധൈര്യമൊക്കെ കുറഞ്ഞിരുന്നുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ അതിനു മുമ്പുള്ള പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി. 2-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള പ്രാർത്ഥന കോട്ട് ചെയ്താണ് അവർ പ്രാർത്ഥിക്കുന്നത്. 2-ാം സങ്കീർത്തനം തന്നെ അവര് പ്രാർത്ഥനയായിട്ട് അവിടെ ഉപയോഗിക്കുകയാണ്. ദൈവമേ ജാതികൾക്ക് അർഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോ ദൈവത്തിന് അറിയാം ഇവരെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ. അപ്പോൾ പ്രാർത്ഥനയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിറവ്. അപ്പോൾ നമ്മൾ ചോദിക്കാതെ ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. 2, വചനത്തിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടും. 3, നമ്മുടെ സജീവമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. നമുക്ക് നിറവുണ്ടോ? ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ പരിശുദ്ധാത്മാ നിറവ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമായിട്ടൊക്കെ കിടക്കണം കേട്ടോ. കിട്ടിയാ കൊള്ളാം, ആ മനോഭാവം അല്ല നമുക്ക് വേണ്ടത്. ആ മനോഭാവത്തോടെ ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും പരിശുദ്ധാത്മാ നിറവിൽ ജീവിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മ നിറവ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതമാണ് പരിശുദ്ധാത്മ നിറവിന് ആവശ്യം. ഇനി പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? 3 കാര്യങ്ങൾ അവിടെ പറയാൻ ആഗ്രഹിക്കണം. നമ്മൾ ആദ്യം വായിച്ച എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുക. പരിശുദ്ധാത്മ നിറവിന്റെ 1-ാമത്തെ റിസൾട്ട് കോർപ്പറേറ്റ് വർഷിപ്പാണ്. സഭയായി ഒരുമിച്ചുള്ള ആരാധന, അല്ലെ? തമ്മിൽ സംസാരിക്കുക. എപ്പോഴാണ് ഈ തമ്മിൽ സംസാരിക്കുന്നത്? നമ്മൾ പാട്ട് പാടാറുണ്ട്, യേശു നല്ലവൻ അവൻ വല്ലവൻ. ഇത് ആരോടാണ് നമ്മൾ പാടുന്നത്? യേശുവിനോടാണോ? കർത്താവേ, നിനക്ക് അറിയില്ലെങ്കിൽ നീ ഒന്ന് അറിഞ്ഞോ, നീ നല്ലവനാകരാണോ? എന്തിനാ ആ പാട്ട് നമ്മൾ പാടുന്നത്? ഇത് നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ അന്യോന്യം ഓർമ്മിപ്പിക്കുകയാണ്, യേശു നല്ലവനാണ്, എന്റെ ജീവിതത്തിൽ നല്ലവനാണ്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവൻ നിനക്കും യേശു നല്ലവൻ, അല്ലേ? ഇത് നമ്മൾ പാടി. ഇത്രത്തോളം ജയം തന്ന ദൈവം, അത് ദൈവത്തോടാ, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. കർത്താവിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഇവിടെ ഒരുമിച്ച് തമ്മിൽ സംസാരിക്കുക. സങ്കീർത്തനങ്ങളിലൂടെ അന്യോന്യം സംസാരിക്കാം. അതിനാണ് നമ്മുടെ ഈ പാട്ടുകളൊക്കെ, അല്ലേ? സൽകീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ, സ്തുതികളാൽ, ആത്മീക ഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കും. ഇത് അന്യോന്യമുള്ള പ്രബോധിപ്പിക്കലിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഈ പരിശുദ്ധാത്മ നിറവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സഭയായി വന്നുള്ള ഒരു ആരാധന ഉണ്ടാകും. ഒരുമിച്ചുള്ള ഒരു ആരാധിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകും. 2, ഹൃദയങ്ങളിൽ കർത്താവിന് പാടും. അതെപ്പോഴാ? വ്യക്തിപരമായ ആരാധന, അല്ലേ? പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തി എങ്ങനെ തിരിച്ചറിയാൻ അറിയാമോ? അവൻ പള്ളിയിൽ വരുമ്പോ മാത്രമല്ല ആരാധിക്കുന്നത്, അവൻ ജോലി ചെയ്യുമ്പോഴും ഹൃദയങ്ങളിൽ കർത്താവിന് പാടും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തി, നിങ്ങൾ ശ്രദ്ധിച്ചു, അവന്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മൽപ്രിയനേ എന്നേശും അവൻ ഹൃദയത്തിൽ പാടും. മൂളിപ്പാട്ടായിട്ടും. അത് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഞാനത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ അനിയൻ എപ്പോഴും പറയും, ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ഒരുത്തരാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ അത്ഭുതം, എടാ ഞാൻ നടക്കുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് കിടക്കുന്നു. കാരണം എന്നാന്നറിയാവോ? പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ചു കഴിഞ്ഞപ്പോ
നമ്മൾ ഹൃദയങ്ങളിൽ കർത്താവിന് ഇങ്ങനെ പാടും. കാരണം അത് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്നാണെന്നറിയാമോ, ഈ യോഹന്നാൻ 16:14 പറയുകയാണ്, പരിശുദ്ധാത്മാവ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ട്, നമ്മളെ പരിശുദ്ധാത്മാ നിറവിൽ നമ്മളിങ്ങനെ ഹൃദയത്തിൽ പാടുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വ്യക്തിപരമായി നമ്മളിങ്ങനെ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയുണ്ട്, കോർപ്പറേറ്റ് വർഷിപ്പ് ഉണ്ട്, വ്യക്തിപരമായിട്ടുള്ള ആരാധനയുണ്ട്. അത് പരിശുദ്ധാത്മ നിറവിന്റെ ഒരടയാളം. 3, നന്ദിയോ 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ്, നന്ദിയുള്ള ഒരു ഹൃദയം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരുന്നത് എന്താണ്? നന്ദി. ഹൃദയത്തിൽ ദൈവത്തോട് എപ്പോഴും നന്ദിയായിരിക്കും. ചിലർക്കുണ്ട് എപ്പോഴും പെറുപെറുപ്പ, പരാതി ഒഴിഞ്ഞിട്ടൊരു നേരമില്ല, ഇല്ലേ? എപ്പോഴും പരാതി പറയുന്ന ചില ആൾക്കാരെ കാണും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ അത് ജഡത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥമല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടേക്കല്ല. ആദ്യം കണ്ടതുപോലെ അസൂയ കൊണ്ട് നിറയപ്പെട്ടു, കോപം കൊണ്ട് നിറയപ്പെട്ടു, മോഹം കൊണ്ട് നിറയപ്പെട്ടു. എന്തുകൊണ്ടാൽ നമ്മൾ നിറയപ്പെട്ടിരിക്കുന്നത്? നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മ നിറവിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, അപ്പൊ ഈ കൃപാവരങ്ങൾ ഇല്ലേ, കൃപാവരങ്ങൾ ഒരു പരിശുദ്ധാത്മ നിറവിന്റെ ഒരു റിസൾട്ട് ഒന്നുമല്ല. അത് ഞാൻ കൃപാവരങ്ങളെ കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന കൃപാവരങ്ങൾ മറ്റൊരു കാര്യമാണ്. നിശ്ചയമായും ദൈവം തന്റെ സഭയിൽ കൃപാവരങ്ങൾ പകരാറുണ്ട്. അന്യഭാഷ വരം നൽകാറുണ്ട്, വ്യാഖ്യാന വരം നൽകാറുണ്ട്, സൗഖ്യമാക്കാനുള്ള വരം നൽകും, പിന്നെ സഹായിപ്പാനുള്ള വരം നൽകും, പ്രസംഗിക്കാൻ പഠിപ്പിക്കാനുള്ള വരം നൽകും, പിന്നെ വിവേചിക്കാനുള്ള വരം നൽകും, ഇല്ലേ? ധാരാളം കൃപാവരങ്ങൾ. അപ്പൊ ഈ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടുന്ന കൃപാവരങ്ങൾ തീർച്ചയായിട്ടും അത് ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ നിറവിന്റെ റിസൾട്ടാണ് അതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവര് ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? ആദ്യം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു. അപ്പോൾ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരണം. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് അത് ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട കാര്യമല്ല, വീണ്ടും വീണ്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരിക്കൽ നിറയപ്പെട്ട പിന്നെ എന്ത് പറ്റും? ഈ പിന്നെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കൽ നിറഞ്ഞു, ആ നിറഞ്ഞതിന് എന്ത് പറ്റും? ചോർന്നു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് പറയണത് നമ്മൾ അനുസരിക്കാതിരിക്കും, ഇല്ലേ? ഉണ്ടോ ഇല്ല? നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, നമ്മൾ അയാളോട് പറഞ്ഞു ഈ വീട് സ്വന്തം വീട് പോലെ വിചാരിച്ചോ, ഏത് മുറിയിലും എപ്പോ വേണേലും കയറി ചെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോ അയാൾ ഒരു മുറി കയറും, അതെന്തിനാ ഇപ്പൊ ഇങ്ങ് വന്നെന്ന് ചോദിച്ചാൽ പിന്നെ അയാൾ ആ മുറി കയറൂ ഇല്ല. നമ്മൾ പലപ്പോഴും എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ചില സമയത്ത് പറയും ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, ഇല്ലേ? ചെയ്യാറുണ്ടോ?
ഇങ്ങനെ വരുമ്പോ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ ആ മേഖലയിൽ എന്തില്ല, കൺട്രോളില്ല. ആ മുറിയിൽ ജീവിതത്തിന്റെ ആ മേഖലയിൽ നിറയുന്നില്ല. ഇവിടെയാ പ്രശ്നം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, വെള്ളം പോലെയാണ്, വെള്ളം പോലെ നിറയാന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായോ? വെള്ളം പോലെ നിറഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മുടെ അനുവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. പ്രളയത്തിന് വെള്ളം പൊങ്ങിയത് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടാണോ? അല്ല. വെള്ളമൊക്കെ ഇടിച്ചു കയറിയൊക്കെ വരും. പക്ഷെ ഒരു വ്യക്തിയാ. നമ്മളെ എന്ത് ചെയ്യരുത്? അതുകൊണ്ടാ പറയുന്നത് എഫേസ്യർ 4:30, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാ നിറവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരിക്കരുത്. 1 തെസ്സലോനിക്കർ 5:19, ആത്മാവിനെ കെടുക്കരുത്, കെടുത്തിക്കളയരുത്. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയ വാക്കുകൾ പറയാൻ ആത്മാവ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മളത് അനുസരിച്ചില്ലെങ്കിലോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉച്ചരിപ്പാൻ ചില വാക്കുകൾ തരുവാന്ന് കരുതുക, നമ്മളത് അനുസരിച്ചില്ലെങ്കിലോ? നമ്മൾ കെടുത്തിക്കളയുകയാണ് പരിശുദ്ധാത്മാവ്. We are quenching the Holy Spirit. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിറവ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാകരുത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തിക്കളയുന്നവരാകരുത്. പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത്? ഗൂഗിൾ മാപ്പ് സംസാരിക്കുന്ന പോലെ അല്ലെ. വഴിയിതാകുന്നു മകനെ, ഇതിലോ നടന്നുകൊള്ളുവീൻ. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. ഗൂഗിൾ മാപ്പ് അങ്ങനെയല്ലേ? ടേക്ക് ലെഫ്റ്റ്, ടേക്ക് നെക്സ്റ്റ് ലെഫ്റ്റ് എന്ന് പറയും അല്ലേ. അപ്പൊ നമ്മൾ പറയും സ്റ്റിയറിംഗ് എന്റെ കയ്യിലാണ്, ഞാൻ തീരുമാനിക്കും. നമ്മൾ പറയും എനിക്ക് ഇതിലും എളുപ്പമുള്ളൊരു വഴി അറിയാം, ഗൂഗിൾ മാപ്പിന് അത്ര അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. നമ്മൾ അവിടെ തിരിയാതെ നമ്മൾ എന്ത് ചെയ്യും? നേരെ മുന്നോട്ട്, കുറച്ചോടെ മുന്നോട്ട് ചെന്നേച്ച്. അപ്പൊ അത് കഴിയുമ്പോ പരിശുദ്ധ പറയും ടേക്ക് എ യു ടേൺ. നമ്മൾ പറയും ഇല്ലല്ലേ എനിക്കറിയാം. അപ്പൊ പരിശുദ്ധ ഓക്കെ, അല്ല അടുത്ത ലെഫ്റ്റ് എടുത്ത് വെച്ച് ഇങ്ങോട്ട് വരാനൊരു വഴിയുണ്ട്. നമ്മൾ അതും കേൾക്കൂല ഇല്ലേ. എന്താ പരിശുദ്ധാത്മാ നിറവെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളെ ബാധിക്കുകയല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ സംസാരിക്കുക ചെയ്ത്. അവരാ സംസാരിച്ചത്. അവരറിയാതെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലും സംസാരിക്കുകയാണോ? അല്ല, അവരാ സംസാരിച്ചത്. പക്ഷെ ആ സംസാരിക്കാനുള്ളത് ആരാ കൊടുത്തത്? പരിശുദ്ധാത്മാവ് കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ. പരിശുദ്ധാത്മാവ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോ നമ്മുടെ പുറകിലിരുന്ന് വെച്ച് മോനെ ഇതാകുന്ന വഴി, ഈ വഴിയെ പോകണം, അടുത്ത ഇടത്തോട്ട് തിരിയണം. ആ വ്യക്തിയെ കാണുമ്പോൾ നീ സഹായിക്കാതെ മാറിക്കളയല്ലേ, നിന്റെ പോക്കറ്റിലുള്ളത് എടുത്തു കൊടുക്കുക. പരിശുദ്ധാത്മാവ് പറയും. അപ്പൊ നമ്മൾ പറയും, എന്ത് പറയും? ഓ ഇവന്മാരൊക്കെ കള്ളന്മാരാ, പറ്റിക്കാൻ അറിയതാ. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നാം എന്ത് ചെയ്യണം? അനുസരിക്കണം. നമ്മുടെ നിറവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ഒരുമിച്ചുള്ള ആരാധന, വ്യക്തിപരമായ ആരാധന, നന്ദിയുള്ള ഹൃദയം, ഇതൊക്കെ പരിശുദ്ധാത്മ നിറവിന്റെ അടയാളങ്ങളാണ്, ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നവരാകരുത്. പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 37-38 വാക്യങ്ങളിൽ, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. അല്ലേ? തിരുവെഴുത്ത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ലൂക്കോസ് 11:13 പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണല്ലേ. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, നമ്മുടെ ജോലിയുടെ മേഖലകളിൽ, നമ്മുടെ സംസാരത്തിന്റെ മേഖലകളിൽ, നമ്മുടെ ചിന്തയുടെ മേഖലകളിൽ, നമ്മുടെ മനോഭാവത്തിന്റെ മേഖലകളിൽ, നമ്മുടെ ബുദ്ധിയുടെ മേഖലകളിൽ, നമ്മുടെ ഇച്ഛയുടെ മേഖലകളിൽ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം കടന്നു വരാനായിട്ടിടയായിത്തീരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ നിറവാണ് നമുക്ക് ആവശ്യം.
അങ്ങനെ ഒരു നിറവുണ്ടെങ്കിൽ അന്യഭാഷ പറയുന്ന നാവ് കൊണ്ട് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അല്ലേ? എന്നോട് ഒരാൾ പറയാ, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അദ്ദേഹം എന്നോട് പറയാണ്, എനിക്ക് അന്യഭാഷ വേണ്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ചോദിച്ചു, അതെന്താ? പറയാം, അന്യഭാഷ പറയുന്നവന്റെ വേറെ ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ദുഃഖിക്കുക. എന്താ? ഇങ്ങനെ വ്യാജമായത് കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥമായതിനു വേണ്ടി നമ്മൾ പലപ്പോഴും അത് ഒരിക്കലും പാടില്ല. കള്ളനോട്ടുണ്ടെന്ന് കരുതി നമ്മൾ ആരെങ്കിലും പറയും ഒറിജിനൽ 500 വേണ്ടാന്ന്. ഇവിടെ മുഴുവൻ 500ന്റെ കള്ളനോട്ട്, അതുകൊണ്ട് എനിക്ക് 500ന്റെ നോട്ടേ വേണ്ട നമ്മൾ പറയുമോ? പറയില്ല. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപാവരങ്ങളാൽ നമ്മൾ ജ്വലിക്കുന്നവരാകണം. പക്ഷെ കള്ളനോട്ട് കണ്ട് നിരാശപ്പെടരുത്. കള്ളനോട്ട് കണ്ട് ഒറിജിനൽ ഇല്ലാന്ന് വിചാരിക്കരുത്. ഒറിജിനലുണ്ട്, പക്ഷെ കള്ളനോട്ടിന്റെ പുറകെ പോകരുത്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ക്രിസ്തീയ ജീവിതം, വിജയകരമായ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമുക്ക് സാധ്യമായി തീരുന്നത്. പാപം നമ്മെ കടന്നു പിടിക്കുന്ന മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമുണ്ട്. നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാ നിറവ്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മ നിറവ്, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മ നിറവ്, നമ്മുടെ ജീവിതത്തിന്റെ മനോഭാവങ്ങളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മ നിറവ്, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മ നിറവ്, നമ്മുടെ ഭാവനകളെ, നമ്മുടെ ഫാന്റസീസിനെ കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മ നിറവ്. ആ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക, ആ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിച്ചാട്ടെ, ഒന്ന് കൊതിയോടെ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതം ആവശ്യമുണ്ട്. പലപ്പോഴും ഞങ്ങള് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നവരാണ്. പലപ്പോഴും ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അനുസരിക്കാതെ വഴിമാറിപ്പോകുന്നവരാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ഒരു പുതുക്കപ്പെട്ട ജീവിതം, ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം കർത്താവേ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. എന്നാൽ പലപ്പോഴും ഞങ്ങള് ദുഃഖിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങള് കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിന്റെ ഗൗരവത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ആ നിയന്ത്രണമുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണം. ഇന്ന് വചനം കേട്ട നിന്റെ മക്കളെ അവിടുന്ന് ആശീർവദിക്കണം. ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ബലപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വചന പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ കേട്ടതായിരിക്കുന്ന ക്ലാസ്സുകൾ, ദൈവവചനം മറ്റുള്ളവർക്കുമായി പങ്കുവെച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.